സാർ പറഞ്ഞതുപോലെ മെഡിക്കൽ സർവീസ് സെന്റർ നമ്മുടെ ഈ ദുരന്ത മേഖലാ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സ്ഥിരമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. നമ്മൾ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളിലെല്ലാം നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലായാൽ പ്രളയ സമയത്തും അതുപോലെ തന്നെ ചെങ്ങറ ഭൂസമര കാലഘട്ടത്തിലും അതുപോലെ ഇപ്പം വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഉരുൾപൊട്ടൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെല്ലാം നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പം മെഡിക്കൽ സർവീസ് സെന്റർ എന്ന് പറയുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതിയിലല്ല കാണുന്നത്, മറിച്ച് ഡോക്ടർമാരുടെ സേവനം, ധാരാളം ഡോക്ടർമാർ പഠിച്ചിറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സേവനം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അത് അതും സൗജന്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് മാത്രമല്ല, മറിച്ച് നഴ്സുമാരുണ്ടാവും, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ടാവും, അതല്ലാതെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നിങ്ങൾക്കും മെഡിക്കൽ സർവീസ് സെന്ററിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. നമ്മൾ വോളണ്ടിയർ വർക്ക് നടത്തുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ നടന്നു എന്നറിഞ്ഞ അപ്പം തന്നെ നമ്മൾ ഇവിടേക്ക് പുറപ്പെട്ടതാണ്. നമ്മളിവിടെ കഴിഞ്ഞ 31 ഇവിടെ എത്തിച്ചേർന്നു. 1 മുതൽ നമ്മൾ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിക്കുകയും എവിടെയാണോ നമ്മുടെ സേവനം, എവിടെയാണ് ആവശ്യം അവിടെ നമ്മൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ സർക്കാർ മേഖലകളിലുള്ള എല്ലാ ആശുപത്രികളും നിലവിലുള്ള പേഷ്യൻസിനെ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. എല്ലാ സ്ഥലത്തും പേഷ്യൻസ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ അത് ഫേസ് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ ഇരകളായിത്തീരുന്ന ആളുകൾ എല്ലാവരും തന്നെ നിറഞ്ഞ് സർക്കാരിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് പാരലായിക്കൊണ്ട് നമ്മളാലാവുന്ന രീതിയിൽ ഡോക്ടർമാരായിട്ട് പഠിച്ചിറങ്ങുന്ന ആളുകൾ, നഴ്സുമാരും എല്ലാവരും തന്നെ ജനങ്ങളെ സേവിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ തന്നെ എല്ലാ മേഖലകളിലും സർക്കാർ മേഖലകളിൽ ഡോക്ടർമാരുടെ സമരങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആവശ്യത്തിന് ഡോക്ടർമാർക്ക് ശമ്പളം കിട്ടുന്നില്ല, അതുപോലെ തന്നെ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുന്നില്ല പല സ്ഥലങ്ങളിലും, ഡോക്ടർമാരെ നഴ്സുമാരെയും സർക്കാർ മേഖലകളിൽ. അപ്പോൾ ആ വിഷയത്തിനുള്ള സമരവും സംഘടിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണ് മെഡിക്കൽ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മറ്റു സ്ഥലങ്ങളിലെല്ലാം മൊബൈൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്നു. മേപ്പാടി ഐൻ ഒപ്റ്റിക്കൽസിന്റെ അടുത്തായിട്ട് നമ്മുടെ അഫ്ന കോംപ്ലക്സിലാണ് നമ്മൾ ഒരു ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം രാത്രി 7 മണി വരെ നമുക്കൊരു ഡോക്ടറുടെ സേവനം സ്ഥിരമായിട്ടുണ്ടാകും. നമുക്ക് മറ്റ് ഡോക്ടർമാരും അതുപോലെ തന്നെയുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും കളക്ട് ചെയ്തിരുന്ന മെഡിസിൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൂടി തന്നെയാണ് അത് വിതരണം ചെയ്യുന്നത്. അപ്പം പരമാവധി എല്ലാ ആളുകളിലേക്ക് എത്തിപ്പെടാനും ഒക്കെയുള്ള ശ്രമത്തിലാണ് നമ്മൾ. സൈക്കോളജിക്കൽ ഇപ്പോൾ ഇത് ദുരന്ത മേഖലയാണെന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഉറക്കക്കുറവ്, അങ്ങനെ ടെൻഷൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ജനങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ദുരന്ത മേഖലയിലുള്ള ആളുകൾ മാത്രമല്ല, തൊട്ടടുത്തുള്ള ആളുകൾ പോലും അത് കണ്ടും കേട്ടും ഒരുപാട് വിഷമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം മാനസികാരോഗ്യ ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ സമീപിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഡോക്ടർമാരുടെ അവൈലബിലിറ്റി നമുക്കുണ്ടാവും. നാളെ മുതൽ ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഡോക്ടർമാരൊക്കെ വരുന്നതാണ്. അപ്പോൾ അവരുടെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ടീസിനായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ആരെങ്കിലും നമ്മുടെ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളോ ബന്ധുക്കളോ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അത് മാത്രമല്ല നമ്മുടെ മെഡിക്കൽ മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മളെ സമീപിക്കാവുന്നതാണ്. അപ്പം എല്ലാവരെയും നമ്മുടെ പ്രവർത്തനത്തിനെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും മറ്റാളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.